നിങ്ങളിതൊക്കെ കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് കൂടുതൽ കുട്ടികൾ. ആണോ അല്ലേ? അല്ലേ? കുറെ കുട്ടികൾ അവിടെ പോയിട്ട് ടച്ച് ചെയ്യാം. മിക്കവാറും കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. വെറുതെ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. കുറേ വർഷം മുമ്പ് നിയമസഭ ഇങ്ങനെ നടക്കാൻ, പാർട്ടി ഇതൊക്കെ നമ്മൾ വിട്ടേക്കാം, അന്നത്തെ എല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യാം. അപ്പൊ കോയ എന്ന് പറയുന്ന ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്, CH മുഹമ്മദ് കോയ സാഹിബ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾക്കും വേണം ഒരു യൂണിവേഴ്സിറ്റി എന്ന്. അന്ന് ഇവിടെ ഒന്നും യൂണിവേഴ്സിറ്റി ഇല്ല. ഞങ്ങൾക്കും വേണം, അഥവാ മലബാറിനൊരു യൂണിവേഴ്സിറ്റി വേണമെന്ന്. കാസർഗോഡ് യൂണിവേഴ്സിറ്റി ഇല്ല, കണ്ണൂരില്ല, ഈ പറയുന്ന മലപ്പുറത്തില്ല, വയനാടില്ല, ഇവിടെ ഇല്ല. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടൊരു യൂണിവേഴ്സിറ്റി, കുട്ടികൾക്ക് ഉയർന്ന് പഠിക്കാൻ ഒരു യൂണിവേഴ്സിറ്റി. ആ സമയത്ത് അന്ന് ആളുകൾ കളിയാക്കി, കൊട നന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി? കൊടക്കമ്പി നേരാക്കുന്നവരായി മലപ്പുറത്തുകാരെ മലബാറുകാരെ കളിയാക്കി. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്, നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. 4 അണത്തുട്ടുകളും 8 അണത്തുട്ടുകളും കൊണ്ട് ആദ്യമായി ഭൂമി വാങ്ങി അവിടെ തുടങ്ങി വെച്ച യൂണിവേഴ്സിറ്റിയുടെ പേരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പഠിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. വേറെ ലീഗേരെ പ്രസംഗമൊന്നും നിങ്ങൾ കേൾക്കണ്ട. ഗൂഗിൾ ഇറ്റ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന്. ChatGPTയും നിങ്ങൾ പറയുന്ന സോഷ്യൽ മീഡിയയും ഗൂഗിളും ഒക്കെ ഒറ്റ മറുപടിയെ പറഞ്ഞു തരുള്ളൂ, CH മുഹമ്മദ് കോയ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന്.